കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഗേറ്റ് ചർച്ചിൻ്റെ ശുശ്രൂഷകൻ ബഹുമാനായ തോമസ് ജോർജ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോ കൂടെ ഇന്നലെ വേർപാട് സുവിശേഷകന്മാരായിരുന്ന ബ്രദർ PM എബ്രഹാം, മൈസെൽഫ് ഞങ്ങൾ അവതരിപ്പിച്ച വിഷയത്തോട് ബന്ധത്തിൽ അദ്ദേഹം പ്രതികരണം എന്ന നിലയിൽ ഇറക്കുകയുണ്ടായി. ആ പ്രതികരണത്തിന് അദ്ദേഹം ഇന്നലെ സ്ഥാപിതമായി പറയാൻ ആഗ്രഹിച്ച വിഷയം ഒരു നീണ്ട വീഡിയോ ആയിരുന്നു. വാസ്തവത്തിൽ അത്രയും നീണ്ട വീഡിയോ ഒരു പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യാനുള്ള സമയവും സാവകാശങ്ങളും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വളരെ കുറവായതുകൊണ്ടാണ് വളരെ പരിമിതമായി തന്നെ ഈ വാക്കുകളെ പരിമിതപ്പെടുത്തി ഇതിന് മറുപടി പറയുവാനായിട്ട് ഞങ്ങൾ നിർബന്ധരായിത്തീരുന്നത്. അദ്ദേഹം പെന്തക്കോസ്ത് നാളിലല്ല സഭ സ്ഥാപിതമായത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സഭ പെന്തക്കോസ്ത് നാളിലല്ല സ്ഥാപിതമായത് എന്ന് പറയാനാണ്. എന്നാൽ ആദ്യത്തെ ഒരു അരമണിക്കൂറിലധികം സമയം റീപ്ലേസ്മെന്റ് തിയോളജി, പുനഃസ്ഥാപന ദൈവശാസ്ത്രം, അതേക്കുറിച്ചാണ് അദ്ദേഹം വളരെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ഈ റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ പല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാമോ എന്ന് നിശ്ചയമില്ല. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹം പറയുന്നത് പെന്തക്കോസ്ത് നാളിലല്ല സഭ സ്ഥാപിച്ചത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി റീപ്ലേസ്മെന്റ് തിയോളജി, ഇസ്രായേലിൽ നൽകിയിട്ടുള്ള കൽപ്പനകൾ, വാഗ്ദത്തങ്ങൾ, അവരോടുള്ള ദൈവത്തിൻ്റെ നിയമങ്ങൾ ഇത്യാദി കാര്യങ്ങൾ വാഗ്ദത്ത ഇസ്രായേലായ അല്ലെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ ദൈവസഭയോട് ബന്ധത്തിലാണ് അത് ഫുൾഫിൽ ചെയ്തതെന്നും ഇസ്രായേലിനുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി സമ്പൂർണ്ണമായി ദൈവം നിർത്തിവെച്ചുവെന്നും ബ്രദറൻകാരായി ഞങ്ങൾ പഠിപ്പിക്കുന്നു പോലും. ഞങ്ങളാരും അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. റീപ്ലേസ്മെന്റ് തിയോളജിയുടെ ഗുണഭോക്താക്കളോ പ്രോക്താക്കളോ അല്ല ഞങ്ങളാരും. ഞങ്ങളൊക്കെ ദൈവവചനം അങ്ങനെ തന്നെ വായിക്കുകയും അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ റീപ്ലേസ്മെന്റ് തിയോളജിയും ഡിസ്പെൻസേഷണൽ സെറ്റിംഗ്സും അതുപോലെയുള്ള ഈ പ്രീ പോസ്റ്റ് മിഡ് ആർഗ്യുമെന്റ്സും എല്ലാം ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിന് ശേഷം 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള സായിപ്പന്മാരുടെ മസ്തിഷ്കത്തിൽ ഉദിച്ച ചില ആശയങ്ങളാണ്. ഈ ആശയങ്ങളെ ഞങ്ങളാരും ആ നിലയിൽ അങ്ങനെ തന്നെ വിഴുങ്ങാറില്ല. മറിച്ച് ദൈവത്തിന്റെ വചനം അതേക്കുറിച്ച് പറയുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ സഭ പെന്തക്കോസ്ത് നാളിൽ അല്ല സ്ഥാപിതമായത് എന്നതിലേക്കുള്ള ന്യായങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ആദ്യത്തെ 30-35 മിനിറ്റ് സമയം റീപ്ലേസ്മെന്റ് തിയോളജിക്ക് വേണ്ടി കളഞ്ഞു. ഇനി രണ്ടാം ഭാഗം വരുമ്പോൾ ഏതാണ്ട് ആ വീഡിയോ അവസാനിക്കുന്ന രംഗത്തേക്ക് വരുമ്പോഴാണ് ഈ സഭ പെന്തക്കോസ്ത് നാളിലല്ല സ്ഥാപിതമായതെന്ന് പറയുന്നതിലേക്ക് ഒരു ചാർട്ടും ഒക്കെയായി വന്ന് വളരെ വ്യക്തമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ സഭ പെന്തക്കോസ്ത് നാളിലല്ല സ്ഥാപിതമായത് എന്ന് സ്ഥാപിക്കാൻ മതിയായ ന്യായങ്ങളല്ല. ആയതിലേക്ക് സഭ പെന്തക്കോസ്ത് നാളിൽ തന്നെയാണ് ഉണ്ടായത്, സ്ഥാപിതമായത് എന്നതിലേക്ക് തിരുവചന അടിസ്ഥാനത്തിൽ 6 ന്യായങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബഹുമാനായ തോമസ് ജോർജ് ഈ 6 ന്യായങ്ങൾ കേട്ട ശേഷം അതിന് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ കർത്താവിൽ അങ്ങയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വ്യക്തിപരമായ അങ്ങയോട് ഞങ്ങൾക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ട്. ആശയപരമായി വിയോജിപ്പുണ്ട്. ആശയപരമായി വിയോജിപ്പുള്ളവരും വ്യക്തിയോട് വിദ്വേഷം പാടില്ല എന്നുള്ള പ്രമാണമാണ് ഞാൻ സാധാരണയായി സൂക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തുടങ്ങുകയാണ്. സഭയുടെ സമാരംഭം എന്ന് പറയുന്നത് സഭയുടെ കാന്തൻ അല്ലെങ്കിൽ നാഥൻ ദൈവമാണ്. ദൈവത്തിൻ്റെയാണ് സഭ. ദൈവസഭകൾ അല്ലെങ്കിൽ ക്രിസ്തു സഭകൾ എന്നാണ് സഭയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു യഥാർത്ഥ ശില്പിയുടെ മുമ്പാകെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ശില്പം അദ്ദേഹം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ശില്പത്തിൻ്റെ പൂർണ്ണമായ ഒരു രൂപം, ഒരു ബ്ലൂ പ്രിന്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ മനോഹരമായ ഒരു കെട്ടിടം പണിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ കെട്ടിടത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു രൂപമുണ്ട്. എന്നാൽ അത് നമ്മുടെ മുമ്പാകെ നമുക്ക് വരച്ച് കാണിച്ച് അത് നിർമ്മിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ആ കെട്ടിടത്തിന്റെ യഥാർത്ഥമാകുന്ന ഭംഗി ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുക.
ഈ അർത്ഥത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മനസ്സിൽ നിത്യത മുതലേ സഭ എന്ന് പറയുന്ന സംജ്ഞ ഉണ്ട്. എന്നാൽ അത് അനാദിയായും അത് ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമായിരുന്നു. അത് വെളിപ്പെടുത്തപ്പെടുന്നവരെ അത് ഭൂമിയിൽ ആർക്കും അതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല. പഴയ നിയമത്തിൽ സഭയെക്കുറിച്ച് ആർക്കും യാതൊരു നിശ്ചയമില്ല. അവരതിനെക്കുറിച്ച് യാതൊന്നും വേണ്ടിയിട്ടില്ല. അവർക്കതേക്കുറിച്ച് അറിയാനും വയ്യ. അപ്പോൾ വാസ്തവത്തിൽ സഭ പെന്തക്കോസ്ത് നാളിലല്ല, പഴയ നിയമകാലം മുതൽക്കേ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ തിരുവെഴുത്തിൽ അതിനെ സ്ഥാപിക്കുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ മതിയായ ന്യായങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ താഴെ പറയുന്ന 6 ന്യായങ്ങൾ സഭ പെന്തക്കോസ്ത് നാളിൽ പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മ സ്നാനത്താലാണ് ഉണ്ടായത് എന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ന്യായം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഫിലിപ്പിന്റെ കൈസരിയായിൽ വെച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ജനം എന്നെക്കുറിച്ച് എന്ത് അഭിപ്രായപ്പെടുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ യിരെമ്യാവ്, പ്രവാചകന്മാരിലൊരുവൻ, ഏലിയാവ്, ഇങ്ങനെ വിഭിന്നമായ പല അഭിപ്രായ പ്രകടനങ്ങൾ, യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ യേശു തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അപ്പോസ്തോലിക പ്രമുഖനായിരുന്ന പത്രോസ് യേശുക്രിസ്തുവിന്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവിടെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവിടെ യേശു പത്രോസ് പറഞ്ഞു, ബർജോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് പ്രവൃത്തി മത്തായിയുടെ സുവിശേഷം 16:18 മത്തായി 16:18 പറയപ്പെടുന്ന ഈ വാക്യം സഭയെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രവചനമാണ്. സഭ സ്ഥാപിതമാകുന്നതിന് മുമ്പ് സഭയെക്കുറിച്ചുള്ള കർത്താവിന്റെ മുൻപുകൂട്ടി പറഞ്ഞ പ്രസ്താവന അല്ലെങ്കിൽ പ്രവചനമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നിങ്ങൾ സൂക്ഷ്മമായി വായിക്കണം. ഞാൻ വേറെ ഒരു ടെക്സ്റ്റ് ഇവിടെ കോട്ട് ചെയ്യുന്നില്ല, ബൈബിൾ മാത്രം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ആ കാലത്ത് 120 പേരുള്ള ഒരു സംഘം യെരൂശലേമിലെ മാളികമുറിയിൽ കൂടിയിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടിയുള്ള കർത്താവിന്റെ കൽപ്പനാനുസരണമുള്ള കൂടി വരവായിരുന്നു. അവർ കാത്തിരിക്കുകയാണ്. ഒലിവുമലയിൽ നിന്ന് കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്തു മുതൽ പരിശുദ്ധാത്മ ആഗമനം സംഭവിച്ച ദിവസം വരെ, അതായത് പെന്തക്കോസ്ത് നാൾ വരെ 10 ദിവസം അവർ മാളികമുറിയിൽ കാത്തിരുന്നു. അവിടെ അങ്ങനെ കാത്തിരുന്ന ആ ജനം, അവരുടെ നടുവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവരെ പരിശുദ്ധാത്മാവിൽ നിമഞ്ജനപ്പെടുത്തുകയും കർത്താവിന്റെ ശരീരമായ മാർമികമായ സാർവത്രിക സഭ രൂപം പ്രാപിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാ സ്നാനത്താലാണ് സഭ രൂപീകൃതം ആയത്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 47-ാം വാക്കിൽ വരുമ്പോൾ കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിനും 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിനും ഇടയ്ക്ക് സംഭവിച്ച പരിശുദ്ധാത്മ ആഗമനത്താലും പരിശുദ്ധാത്മ സ്നാനത്താലുമാണ് സഭ ഉണ്ടായത്. അതിനു മുമ്പ് സഭയെക്കുറിച്ച് യാതൊരു പ്രസ്താവനയും പുതിയ നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ആർഗ്യുമെന്റ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബ്രദർ തോമസ് ജോർജിന് വചനം കൊണ്ട് മാത്രം പറയാം. ബാക്കി ചാർട്ടുകളൊന്നും സ്വീകാര്യമല്ല. ഒരു ചാർട്ടോ ഒരു വിശദീകരണമോ അങ്ങയുടെ ബുദ്ധിയിൽ ഉദിച്ചിരിക്കുന്ന മാർഗരേഖകളോ ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും വിഷയമേ അല്ല. ഈ പറഞ്ഞ വാദോന്മുഖത്തിന് എന്തെങ്കിലും മറുപടി പറയാറുണ്ടെങ്കിൽ പറയാം. 2 ആർഗ്യുമെന്റ് നമ്പർ 2, സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് മുമ്പ്, യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് മുമ്പ് സഭ ഭൂമിയിൽ ഉണ്ടാകുവാൻ ഒരു ന്യായവുമില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ സഭയെ സമ്പാദിക്കേണ്ടിയിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ എഫേസോസിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര പറഞ്ഞു പോകുന്ന പൗലോസ് മിലേത്തോസിൽ സഭയിലെ മൂപ്പന്മാരെ കൂട്ടിവരുത്തി അവർക്ക് നൽകുന്ന ഫെയർവെൽ അഡ്രസ്സിങ്ങിൽ അദ്ദേഹം ഇങ്ങനെ പറയാണ്, നിങ്ങളെ തന്നെയും കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ഇത്
എഫേസോസിലുള്ള മൂപ്പന്മാരോട് പൗലോസ് നൽകുന്ന പ്രബോധനമാണ്. ആ പ്രബോധനത്തിൽ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ രക്തച്ചൊരിച്ചിൽ മുഖാന്തരമാണ് കർത്താവിന് ഒരു സഭയുണ്ടായത് എന്ന്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തച്ചൊരിച്ചിലിന് മുമ്പ് തനിക്ക് ഒരു മണവാട്ടി അല്ലെങ്കിൽ ഒരു സഭ ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നും കർത്താവ് താൻ സ്വന്തം രക്തത്താലാണ് സഭയെ സമ്പാദിച്ചതെന്നും പ്രവൃത്തികളുടെ പുസ്തകം 20:28 അപ്പോസ്തലൻ പറയുന്നു. അത് ലൂക്കോസ് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ക്രൂശ് മരണത്തിനും പുനരുത്ഥാനത്തിനും മുമ്പ് യാതൊരു നിലയിലും സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. അതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ്. ഇനി ആർഗ്യുമെന്റ് നമ്പർ 3. മൂന്നാമത്തെ ആർഗ്യുമെന്റ് സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നാണ് എഫേസ് ലേഖനത്തിൽ ഫിഗറേറ്റീവായിട്ട് അപ്പോസ്തലൻ പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിലും ഒരു ക്രിസ്തുവിനെയും സഭയെ സംബന്ധിച്ച് ശരീരവും ശിരസ്സും എന്നുള്ള അനാലജിയിലാണ് പരിശുദ്ധാത്മാവായ ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ സഭയെ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത്, അതായത് യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടങ്ങളിൽ കർത്താവിന് ഒരു ശരീരം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവന് ഐഹികമായ ശരീരം ഉണ്ടായിരുന്നു. രണ്ടാമത് ഒരു ശരീരം കൂടെ ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് 2 ശരീരങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ന്യായയുക്തമായ ഒരു ചിന്തയല്ല. അങ്ങനെയാകുമ്പോൾ അവന്റെ ഐഹിക ശരീരം അവൻ ഉപേക്ഷിച്ച ശേഷം മാത്രമേ അവന്റെ ആത്മീകമായ ശരീരം അവന് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് 2 ശരീരം ഒരു സമയത്ത് ആയിരിക്കുവാൻ കഴിയില്ല എന്നുള്ള എന്റെ വാദഗതിയാണ് മൂന്നാമത്തെ വാദഗതി. എഫേസ് ലേഖനത്തിൽ സഭയെ ക്രിസ്തുവിന്റെ ശരീരമെന്നും കൊലോസ് ലേഖനത്തിൽ ശരീരത്തിന്റെ ശിരസായി ക്രിസ്തു എന്നും പറഞ്ഞിരിക്കുന്നു. പരസ്പര പൂരകമായിരുന്ന 2 ലേഖനങ്ങളാണ് എഫേസ്യ കൊലോസ് ലേഖനങ്ങൾ. അതിൽ എഫേസ് ലേഖനം സഭ ശരീരം എന്നുള്ള പ്രതീകത്തെയും കൊലോസ് ലേഖനം ക്രിസ്തു ശരീരത്തിന്റെ ശിരസ് എന്നുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ഈ ബന്ധം ഉണ്ടാകുവാൻ ക്രിസ്തുവിനൊരു ശരീരം ഉണ്ടാകണമെങ്കിൽ അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷമേ അത് സാധിക്കുകയുള്ളൂ. കാരണം ഒരാൾക്ക് ഒരു സമയത്ത് ഒരേ സ്ഥലത്ത് 2 ശരീരം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. നാലാമത്തെ വാദോന്മുഖം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് യാതൊരു നിലയിലും സഭ ഭൂമിയിൽ ഉളവാകുവാൻ സാധ്യതയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊലോസിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അവൻ സഭ എന്ന ശരീരത്തിന്റെ ശിരസ്സുമാകുന്നു എന്ന് പറയുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ ശിരസ്സുമാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭയുടെ ശിരസ്സായി തീരണം എന്നുണ്ടായിരുന്നെങ്കിൽ അവൻ നിശ്ചയമായും സ്വർഗാരോഹണം ചെയ്ത് ഉയരത്തിലേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിനും അടക്കത്തിനും പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം മാത്രമേ സഭയുടെ ശിരസ്സായിരിക്കുവാൻ അവന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ശിരസ്സായി അവൻ എപ്പോൾ തീർന്നു, അപ്പോൾ അവന് ശരീരവും ഉണ്ടായി. ശരീരം ഒരു സമയത്തും ശിരസ് വേറൊരു സമയത്തും രൂപീകൃതമാകുന്ന വ്യവസ്ഥിതി ബയോളജിയിലോ ജീവശാസ്ത്രത്തിലോ ദൈവശാസ്ത്രത്തിലോ ഇല്ലാതാകിയാൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തു അതിന്റെ ശിരസ്സായിരിക്കാൻ കോണം പെന്തക്കോസ്ത് നാളിലാണ് സഭ രൂപീകൃതമായത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആർഗ്യുമെന്റ് നമ്പർ 5, അതായത് വാദോന്മുഖം 5, സഭയെ ദൈവത്തിന്റെ നിവാസം എന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചിട്ടുള്ളത്. സഭ ദൈവത്തിന്റെ മന്ദിരം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിവാസം. നായോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വിശുദ്ധ സ്ഥലം എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ ആലയമായി ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമാണ് ദൈവത്തിന്റെ സഭ പുതിയ നിയമത്തിൽ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭ ദൈവനിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് അത് രൂപീകൃതമാകേണ്ടത് ആവശ്യമായിരുന്നു. അത് സാധിച്ചത് പരിശുദ്ധാത്മ വാഗ്ദത്തമായ പരിശുദ്ധാത്മ സ്നാനം നടന്ന പെന്തിക്കോസ്ത് നാളിലാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നു. 1 കൊരിന്ത്യർ 3:16 വായിക്കുമ്പോൾ, നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു.
ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭ. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിവസിതമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിവസിക്കുന്ന ആലയമാണ് ദൈവത്തിന്റെ സഭ എന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു. ഇനി ആർഗ്യുമെന്റ് നമ്പർ 6. ചർച്ച് എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനത്താൽ ആണ് രൂപീകൃതമായത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ, യഹൂദന്മാരോ യവനന്മാരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഒരിക്കൽ പോലും പ്രസ്താവിച്ചില്ലാത്തതും, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ആരും കേട്ടില്ലാത്തതും, പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കും അറിയാൻ കഴിയാത്തതും, പഴയ നിയമ വിശുദ്ധന്മാർ ആരും അനുഭവിച്ചില്ലാത്തതുമായിട്ടുള്ള ഒന്നാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 1-2 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മ സ്നാനം യോഹന്നാനാണ് ആദ്യമായി പ്രസ്താവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾക്കിനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്ന്. അതിനുവേണ്ടി കാത്തിരിക്കാനാണ് കർത്താവ് ഒലിവമലയിൽ വെച്ച് ശിഷ്യന്മാർ പറഞ്ഞത്. യെരൂശലേമിലെ മാളികമുറിൽ ശിഷ്യന്മാർ കാത്തിരുന്നതും അതിനുവേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വായിക്കുന്നു, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആളത്വപരമായി യെരൂശലേമിലെ മാളികമുറിയിൽ കൂടിയിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക്, 120 പേരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും അവരെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുകയും ചെയ്തത്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ ആ സംഭവവും, അതായത് 16 മുതലുള്ള വാക്യങ്ങൾ വിവരിക്കപ്പെടുന്ന സംഭവവും 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, പെന്തിക്കോസ്ത് നാളിൽ അരങ്ങേറിയ ചരിത്രപരമായ പരിശുദ്ധാത്മ സ്നാനത്താലാണ് ക്രിസ്തുവിന് ഒരാത്മശരീരം, അതായത് കർത്താവിന്റെ ശരീരമായ സഭ ഭൂമിയിൽ ജന്മം കൊണ്ടത് എന്ന് യാതൊരു ചോദ്യത്തിനും ആവശ്യമില്ലാതെ വണ്ണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ 6 ന്യായാന്യായങ്ങളാണ് സഭ പെന്തിക്കോസ്ത് നാളിൽ മാത്രമാണ് രൂപീകൃതമായത് എന്നതിലേക്ക് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്. ബഹുമാനായ പാസ്റ്റർ തോമസ് ജോർജ് അദ്ദേഹം ഈ പറയപ്പെട്ട 6 ന്യായാന്യായങ്ങൾക്ക് ഖണ്ഡിതമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതല്ലാത്ത ചാർട്ടും രചനയും പിന്നെ ആരോമാർഗമൊന്നുമില്ലാതെ കൃത്യമായി ദൈവവചനത്തിൽ നിന്ന് ഈ പറഞ്ഞ 6 കാര്യങ്ങൾക്ക് ഖണ്ഡനമായി മറുപടി പറയാൻ സാധിക്കുമെങ്കിൽ കർത്താവിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. സഭ പെന്തിക്കോസ്ത് നാളിൽ മാത്രമാണ് ഉണ്ടായത്. പെന്തിക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷത വരെ ഉള്ള കാലഘട്ടങ്ങളിൽ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന വിശുദ്ധന്മാരെ പരിശുദ്ധാത്മാവിനാൽ നിമജ്ജനപ്പെടുത്തി കർത്താവിന്റെ ശരീരമായ സഭയുടെ അംഗമാക്കി തീർത്ത് പരിശുദ്ധാത്മാവ് തന്റെ സഭയെ പണിതുകൊണ്ട് ഇരിക്കുന്നു. ഇതാണ് സഭയെ സംബന്ധിച്ചുള്ള ദൈവവചനത്തിലെ പുതിയ നിയമത്തിലെ ഉപദേശം. ഇത് ഗ്രഹിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവം പ്രത്യേകമായ കൃപയും പരിശുദ്ധാത്മ നിറവിനാനുള്ള പരിജ്ഞാനവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.